ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്ത് നമുക്ക് സ്കൂളൊക്കെ ഉണ്ട്. അപ്പൊ സ്കൂൾക്ക് വേണ്ടിയിട്ട് റൈസ് റെഡിയാക്കിയതാട്ടോ. നമ്മളെ ഗീ റൈസാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മള് ഗീ റൈസ്ക്ക് ഞാനിതാ ഗീ റൈസൊക്കെ റെഡിയാക്കി, ഫുഡൊക്കെ റെഡി ആയിട്ടോ. കണ്ടോ, ഞാൻ ഉണ്ടാക്കണമൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ ഞാനത് പെട്ടെന്ന് ഒക്കെ അതാക്കിന്ന് നെയ്ച്ചോറാക്കിങ്ങാണ്ട് നമുക്ക് കൊടുക്കാന്ന് വിചാരിച്ചിങ്ങാണ്ടാണ്. അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ കാണട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് അടിച്ചമർത്തി പോവാട്ടോ. പിന്നെ അതായത് ഞാനിവിടെ ഗീ റൈസ്ക്ക് ബീഫാണ്. നമ്മളെ ഉദയത്തിന് കിട്ടിയ ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് ഒന്ന് ഒരു ഡ്രൈ ആക്കാതെ ഇങ്ങനെ കുറച്ച് ബീഫ് കുറച്ചിങ്ങനെ കുഴച്ച് കഴിക്കാൻ രീതിയിലാക്കി കണ്ടാട്ടോ കാട്ടുന്നത്. കറി ഒരു ചിരി കോക്കനട്ട് ഓയിൽ കേട്ടോ, കുറച്ച് മതി. അപ്പൊ ഞാൻ ബീഫ് വലിയ ഉള്ളി ഇട്ടത് കേട്ടോ. ഞാൻ കാണിച്ചിട്ടാ ഈ ബീഫ് ഉണ്ടല്ലോ, ഈ ബീഫാണ് ഞാൻ കറിയാക്കുന്നത്. ഇത് ഡ്രൈ ആയിങ്ങാണ്ട് നമ്മളെ വരട്ടിയതുണ്ടല്ലോ, വരട്ടിയത് നമുക്ക് നെയ്ച്ചോർക്ക് ഇങ്ങനെ ഒരു പറളാക്കിങ്ങാണ്ട് കുറച്ച് കറി ഗ്രേവി ആക്കിങ്ങാണ്ട് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പൊ ഞാനേ തക്കാളി ഇട്ട്, വലിയ ഉള്ളി ഇട്ട്, പിന്നെ നമ്മളെ ഇഞ്ചി, ഉള്ളി, കൊച്ചുള്ളി അങ്ങനത്തെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ടോ. അപ്പൊ ഞാൻ എന്താ നമ്മള് കറി ഇല്ലാതെ ഇപ്പൊ നെയ്ച്ചോറ് അങ്ങനെ ആയിട്ട് കഴിക്കുള്ളൂ. പക്ഷെ നല്ലൊരു ഇച്ചിരി അതില് വെള്ളം കറി പോലെ നിന്നോട്ടെ വെച്ചിട്ടാണ്. ഈ കൂട്ടിയാണെ വരി മല്ലിച്ചപ്പ് കേട്ടോ, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി. ഇനി ഇതിക്ക് ഞാൻ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. കുറച്ച് നമ്മളെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, പെപ്പർ പൊടി കുറച്ചൊന്നും ആഡ് ചെയ്യുന്നത്. ഓൾറെഡി എന്നറിയോ, അതെങ്ങനെ നമ്മള് വരട്ടി വെച്ചതല്ല, അതിലൊക്കെ മുളകും ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതൊന്നും ഇങ്ങനെ ഇതിനകത്ത് നല്ലോണം അങ്ങോട്ട് എടുക്കാം. ഇനി നമ്മളതാക്കുന്നത് വരട്ടി വെച്ചതാക്കുന്ന ബീഫ് വിരവ്. ഇത് ഞാൻ ബീഫ് വെക്കുന്ന സമയത്ത് നമ്മൾ കറി ഇങ്ങനെ കുറച്ച് കറി എടുത്തു വെക്കുമല്ലോ, അങ്ങനെ ഞാൻ കറി എടുത്ത് വെച്ചത് കേട്ടോ. അപ്പൊ ആ ബീഫിന്റെ കണ്ടിട്ട് പിന്നെ ഞാൻ വരട്ടിയതാണ്. ഫസ്റ്റ് ഞാൻ ഇതിന് കുറച്ച് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ആക്കി എടുത്ത് വെച്ചതിന്. അപ്പൊ ഈ ഗ്രേവി ഉണ്ടല്ലോ, ഈ കറി ഞാൻ അതിലേക്ക് ഒഴിക്കുക. അപ്പൊ നമുക്ക് നെയ്ച്ചോർക്കില്ലേ കറിയായി ചെയ്ത്, നമ്മളെ റൈസിക്കില്ലേ കറിയായി. ഗരം മസാല എന്തേലും അങ്ങനെ എന്തേലും ചേർക്കണം, അങ്ങനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പട്ട ഉണ്ടല്ലോ, അല്ലെങ്കിൽ കറുകപ്പട്ടന്റെ ഒരു പട്ട ഇട്ടുകാണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത്രേ തന്നെ ഉള്ളൂ. പുറത്തൊക്കെ പോയി വന്ന് ഷാജി താക്കടെ വന്നിട്ടോ. നല്ല മഴയാണ്, നല്ല മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ്. ഞാനിതല്ലോ പോയി വന്ന് ഞാൻ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ചട്ടിയുടെ കണ്ട രാവിലെ ഞാൻ ബീഫ് റെഡിയാക്കിയ ചട്ടി അതിൽ ഇങ്ങോട്ട് കുഴച്ച് എന്താ അതിന്റെ ഗ്രേവിന്റെ രസം എന്നറിയാം. പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ വേറൊരു ടേസ്റ്റാണ്. അത് ഇങ്ങോട്ട് കുഴച്ചിട്ട് ഇങ്ങോട്ട് ആ ചട്ടിന്റെ ചട്ടിന്റെ ഇരുമ്പൻ ചട്ടി, അത് മണ്ണും ചട്ടി ഒന്നല്ല. ഇത് ഇങ്ങോട്ട് കഴിച്ചാൽ തിന്നാൻ രസം എന്നറിയാം. മഴയും നല്ല മഴയും പുറത്ത് നല്ല മഴയും ചട്ടി ഇങ്ങനെ തുടച്ചുകാണ്ട് കഴിക്കണ ഒരു വൈബുണ്ടല്ലോ, അത് വേറെ തന്നെ കേട്ടോ. ബീഫൊന്നും വേണ്ട.
ഈ ഒരു കറിന്റെ അതന്നെ നല്ല രസമുണ്ട്. പുറത്ത് പോയി വന്നപ്പോഴേ മഴ ഇങ്ങനെ പെയ്യ. അപ്പൊ ഇതിന്റെ കറി ഞാൻ ഇങ്ങോട്ട് പാത്രത്തിൽ മാറ്റി വെച്ചു. എന്നിട്ട് ഈ ചട്ടി എടുത്ത് തുടക്കുക, തുടച്ച് കഴിക്കുക. ബാക്കിലുണ്ടായില്ലേ എന്ത് ഈ പാന്റിന്റെ ബാക്കിലില്ലേനോ കളി കനിയുമ്പളേ അതാണ് ആ പാന്റിന്റെ ബാക്കിൽ കളിയില്ലേ. ഞങ്ങക്ക് ഉള്ളിവട ഉണ്ടോ? ഉള്ളിവട വേണ്ട, പരിപ്പ് വട. ഉള്ളിവട രസമല്ല. എടി ഞാന് എന്താ ഉള്ളിവട അല്ലെങ്കിൽ പരിപ്പ് വട. അപ്പൊ ഉള്ളിവട വേണ്ടാർന്നിനി. അപ്പൊ പരിപ്പ് വട വേണ്ടാവുന്ന. പക്ഷെ പരിപ്പ് വട ഇപ്പൊ ഉച്ചക്ക് കിട്ടിയില്ല, ഉണ്ട കിട്ടിയത്. ഏതായാലും അതിലൊന്ന് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കി കുറിച്ചൊക്കെ കേട്ടോ. അനക്കൊരു ഉണ്ടി നിന്ന് എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കണം. രാവിലെ സ്കൂൾ നെയ്ച്ചോറുണ്ട്. നെയ്ച്ചോറ് മതിയോ? ഞാൻ നെയ്ച്ചോറൊക്കെ എടുത്തുകാണ്ട് ചട്ടിയിലൊക്കെ നെയ്ച്ചോറിന്റെ അതൊക്കെ ഒഴിവാക്കിയാണ്ട് അതിന്റെ ചട്ടിത്തെ ഇതൊക്കെ ഇട്ടുകാണ്ട് ചട്ടിച്ചോറൊക്കെ തിന്നുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ട് ചട്ടിത്തെ ആ ഗ്രേവി എടുത്തുകാണ്ട് ഇതൊക്കെ ആക്കിങ്ങാണ്ട് ചട്ടി ചോറുന്ന്. ഞാൻ ചായ എടുക്കട്ടെ. എന്റെ ചോറ് വേണ്ട, നൂഡിൽസ് മതി. ഞാൻ ചോറ് വേണ്ട, ഏത് നൂഡിൽസ്? കപ്പ് നൂഡിൽസ്. ആയിക്കൊണ്ടേ. ഞാൻ പരിപ്പ് ഇവിടെ നിന്നറിയോ കുറച്ച് എരിവുള്ളതേ നാളെ കൊണ്ടുവന്നപ്പോ പരിപ്പ് ഇവിടെ രസമാണ്. മഴയത്ത് നല്ല കട്ടൻ്റെ ആയിട്ട്, മഴയത്ത് നല്ല കട്ടൻ്റെ ആയിട്ട് ഇതല്ലോ പരിപ്പ് വട. നല്ല ചൂടുള്ള അത് താക്കട്ടെ വെച്ചിട്ടുള്ളു. ജയ് ചോറാണം പറഞ്ഞോണ്ട് എപ്പ അതിന്റെ അടിയില് ഇത് പൊട്ടിക്കണം. ഇത് പൊട്ടിക്കണം. പൊട്ടിച്ചോ? പൊട്ടിച്ചോ? പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ചു. ഈ ചായ കുടിച്ച ഇയാ കഴിച്ചോ? ഞാനെന്നാലും ആദ്യം വന്ന് കഷ്ടം എളുപ്പം തിന്ന് കഴിച്ചു മോളെ. ഞാനെന്നറിയാം നല്ല രസത്ത് ഇഷ്ടമാണ്. ഇതൊന്ന് കഴിച്ചാൽ മതി. ഞാൻ ഇന്നെല്ലാം അയററിഞ്ഞു നോക്കട്ടെ. ആയോ? അങ്ങനെ മസാലയൊക്കെ പൊട്ടിച്ചോളേ. ഇത് വെള്ളം ഊറ്റാനായോ? അല്ല, കുറച്ചും കൂടെ ആയിക്കോട്ടെ. എന്നിട്ട് ഇതിന്റെ വെള്ളം ഊറ്റി എന്നിട്ട് മസാല ഇടും. അടച്ചേക്കണം. അടച്ചു വെക്കും മോളെ. അവിടെ ഫുള്ള് കീറാത്ത. അങ്ങനെ ഇവിടെ നിന്നോളിട്ടോ നിങ്ങള്. അപ്പൊ നിനക്ക് ഞാൻ എന്നാ എന്താ ചെറുക്കൻ്റെ ഉമ്മ ഉണ്ടാക്കണം, വീട്ടിലുണ്ടാക്കണം. ഒരു ദിവസം വല്ല പെരിക്കൊന്നും പോകണം. ഇവിടെ എപ്പോഴും വരാൻ പറയുന്നത്. എല്ലാ സ്നാക്കും ഉണ്ടല്ലോ ആക്കിങ്ങോട്ട് ഓരോ കടയിൽ കൂടുകയാണ്. എല്ലാ സ്നാക്കും മസാല ചേർക്കുക, അടയണം. മസാലയൊക്കെ ചേർത്ത് കഴിക്കുക കേട്ടോ. രസമുണ്ടോ അതിന്റെ ഫ്ലേവർ? എരിവോ? സ്പൈസി ഉണ്ടാവൂലേ? എനിക്ക് എരിവ് ഇഷ്ടല്ലേ? ഇഷ്ട? പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, റിയ ലൈക്ക് ചെയ്യുക. റിയ ബൈ ബൈ ബൈ. അവിടെ എന്താറോ കഴിക്കണ ഇതിലാണ്. അപ്പൊ ആ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ്.
ഉണ്ടൊന്നും വേണ്ടോലോ